അന്നേരം ഡേറ്റ് തരുന്നു, കല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. വലത് ഭാഗത്താണ് ചെയ്ത്, ഇടത് ഭാഗത്ത് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് ചെയ്തു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ബെഡില്ല, വാർഡില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോളജി ഡോക്ടർമാർ നോക്കുന്നേ ഇല്ല. അങ്ങനെ മെഡിക്കൽ ഐസിയിൽ ഓലാക്കി അഡ്മിറ്റാക്കി. അവിടെ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇന്നലെ മരണപ്പെട്ടു. പിന്നെ കൺസെന്റ് പോലെ ഒപ്പിട്ട് മേടിക്കാതെ വലത് ഭാഗത്തും കൂടി കിഡ്നി ഇവരെന്ത് ചെയ്ത് കീഹോൾ ചെയ്തു. അതിൻ്റെ ഭാഗത്ത് ഇൻഫെക്ഷൻ രണ്ട് ഭാഗത്തും കൂടി 10 മാസം മുന്നേ വന്നു. 10 മാസം ആഗസ്റ്റ് 6 സർജറി ഫസ്റ്റ് ചെയ്യുന്നത്. ആഗസ്റ്റ് 6 വലത് വശം ചെയ്തതിന് ശേഷം പിന്നെ പഴുപ്പ് മാറുന്നില്ല. പഴുപ്പ് മാറാണ്ടായപ്പോൾ ആഴ്ച വന്ന് പഴുപ്പിന് മരുന്ന് വെക്കും. മരുന്ന് വെച്ച് കുഴപ്പമില്ല, റെഡി ആയിക്കോളൂ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ചയക്കും. അപ്പോൾ ഒരു ഏപ്രിൽ 1 തീയതി വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞു. ടെസ്റ്റൊക്കെ ചെയ്ത് സ്കാനിംഗ് ഒക്കെ ചെയ്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഏപ്രിൽ 1 തീയതി വീണ്ടും വന്നു. അന്നേരം നമ്മൾ ഡോക്ടർ തിയേറ്ററിലാണ് അവിടെ പോയി കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിലേക്ക് വന്ന് റീതിട്ടണ ഉള്ളോട്ട് കയറ്റിയപ്പോൾ വേറെ ഡോക്ടർ വന്നിട്ട് ഒരു സ്ലിപ്പാണ് തരുന്നത്, പിന്നെ സർജറിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഈ റിപ്പോർട്ടൊന്നും നോക്കാതെ. അപ്പം തന്നെ പെങ്ങൾ പറഞ്ഞു റിപ്പോർട്ട് നോക്കാണ്ട് പിന്നെ സർജറി ചെയ്യേണ്ട, നമുക്ക് സർജറി ചെയ്യേണ്ട, നിങ്ങൾ ചെയ്തത് ഉണക്കി തന്നാൽ മതി, സർജറിക്കൊന്നും തയ്യാറായിട്ടില്ല ഞങ്ങൾ വന്നതാണ്. അങ്ങനെ പെട്ടെന്ന് ഡോക്ടർമാർ എന്ത് ചെയ്യുന്നാൽ സർജറി ചെയ്ത് പകുതി നേരം പറഞ്ഞ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഐസിയിലേക്ക് മാറ്റി. പിന്നെ ഞങ്ങളൊക്കെ പുറത്ത്, ഞാൻ അന്നേരം വന്ന് നോക്കി, ഞങ്ങൾ പുറത്തുനിന്ന് രാവിലെ വരെ ക്രിട്ടിക്കൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡയാലിസ് ചെയ്ത് മാറ്റാൻ നോക്കിയ സമയത്ത് ഡയാലിസിസ് എന്തിനാ ചെയ്യുന്നത് ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല അവർ. പിന്നെ അതിനെല്ലാം അത് ചെയ്യേണ്ടതെന്ന് കുഴപ്പമില്ല, മറ്റേ ഡയാലിസിസ് അല്ല, സാധാ ഡയാലിസിസ് അല്ല, അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നിർത്തി. രണ്ടും പിന്നെ പഴുപ്പായി. പിന്നെ ആഴ്ച 2 ദിവസം ഡിസ്ചാർജായി. ഇവരോട് കൂടുതൽ അഡ്മിറ്റ് ചെയ്യില്ല. ഇവർ റെഡിയാവും പറഞ്ഞ് വീട്ടിലേക്ക് അയക്കും. അങ്ങനെ മൂർജിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മലബാർ ഹോസ്പിറ്റലിൽ കാണിച്ചു, കോഴിക്കോട്. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് എന്തിനു ചെയ്തതാണ്, എന്താണ് ചെയ്തത്, എല്ലിന് മുറിവുണ്ട്, പഴുപ്പുണ്ട്, 5 ദിവസം അവിടെ ഐസിയുലായി. അവിടെ വലിയ ഭീമമായ പൈസ കൊണ്ട് അവർ പറഞ്ഞ് നമുക്ക് ഇവരിനെ റെഡിയാക്കണോ, ഇങ്ങോട്ടേക്ക് അയച്ചു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ബെഡില്ല, വാർഡില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോളജി ഡോക്ടർമാർ നോക്കുന്നേ ഇല്ല. അങ്ങനെ മെഡിക്കൽ ഐസിയിൽ ഓലാക്കി അഡ്മിറ്റാക്കി. അവിടെ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇന്നലെ മരണപ്പെട്ടു. അതായത് രണ്ടാമത്തെ സർജറി നടത്തിയത് കുടുംബത്തിന്റെ സമ്മതമില്ല, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയും പറഞ്ഞിട്ടുണ്ട്, മൂപ്പർ അനിയനാണ് കൂട്ടാൻ വന്നിരുന്നത്. അവരും പറഞ്ഞു നമ്മൾ അറിയാണ്ട് ചെയ്യണ്ട. അതായത് ആദ്യ ചികിത്സാപ്പഴവുണ്ടായി, ചികിത്സാപ്പഴം ഉണങ്ങുന്നില്ല, മുറി ഉണങ്ങുന്നില്ല, ഷുഗറും അങ്ങനത്തെ ഒന്നുമില്ല, ഒരു അസുഖമില്ലാത്ത ആളാണ്. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് കല്ലിന് വന്നിങ്ങോട്ട് വന്നതാണ്. അന്നേരം ഡേറ്റ് തരുന്നു, കല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. വലത് ഭാഗത്താണ് ചെയ്ത്, ഇടത് ഭാഗത്ത് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് ചെയ്തു. ഇപ്പോൾ കിഡ്നി സ്റ്റോണായിട്ട് വന്ന ഇടത് ഭാഗത്തുള്ള കിഡ്നി സ്റ്റോണായിട്ട് വന്നിട്ട് എല്ലാം കൂടി ഇവർ വലത് ഭാഗത്തുള്ള കിഡ്നിക്കാണ് പിന്നെ ഓപ്പറേഷൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷനായി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവർ പറഞ്ഞു അത് മാറിക്കോളെങ്കിൽ റെസ്റ്റ് എടുത്താൽ മതിയൊക്കെ പറഞ്ഞതാണ്. അതിനുശേഷം ഇവർ 1 തീയതി, ഈ ഏപ്രിൽ 1 തീയതി വീണ്ടും ഇവിടെ വന്നപ്പോൾ ഇവരെ സമ്മതമില്ലാതെ പിന്നെ കൺസെന്റ് പോലെ ഒപ്പിട്ട് മേടിക്കാതെ വലത് ഭാഗത്തും കൂടി കിഡ്നി ഇവരെന്ത് ചെയ്ത് കീഹോൾ ചെയ്തു. അതിൻ്റെ ഭാഗത്ത് ഇൻഫെക്ഷൻ രണ്ട് ഭാഗത്തും കൂടി മൊത്തം ഇപ്പോൾ ഓർഗൻസ് മൊത്തം എന്തായി ഇൻഫെക്ഷനായി, പഴുപ്പായി. അപ്പോൾ കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലാക്കി മാറ്റി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു, സൂപ്രണ്ടിൽ പരാതി കൊടുത്തിരുന്നു, നടപടിയൊന്നും ആയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ 4:30 മണിക്ക് അങ്ങനെ രോഗി മരിച്ച്. ആദ്യം നടത്തിയത് കീഹോൾ സർജറിയാണോ? അത് കീഹോളാണ്, 2 കീഹോളെന്ന് ചെയ്തത്. ആദ്യം ഏത് ഭാഗത്തായിരുന്നു? ഇടത് ഭാഗത്താണ്. അപ്പോൾ വലത് ഭാഗത്ത് ആദ്യം ചെയ്ത്, അതായത് ഇടത് ഭാഗത്തിന് പകരം വലത് ഭാഗത്ത് ചെയ്ത്. അപ്പോൾ അവർ തിരിച്ചയച്ചു വീട്ടിലേക്ക് തിരിച്ചയച്ച്. ഇവരവിടുന്ന് പിന്നെ കൂടുതൽ പഴുപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇവർ പറയും റെസ്റ്റ് എടുത്താൽ മതി, പിന്നെ മാറിക്കോളെന്ന് പറഞ്ഞ് തിരിച്ചു വിടും. അതിനുശേഷം ഇവർ ഫർദർ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ മലബാർ ഹോസ്പിറ്റലിൽ എരഞ്ഞിപ്പാലത്ത് പോയി കാണിച്ചപ്പോഴാണ് ഇങ്ങനെ ചെറിയൊരു ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ ഇവിടെ വീണ്ടും ഇവിടെ വന്നപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഇവർ അഡ്മിറ്റ് ആക്കിയില്ല, ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നു. അല്ല, അതിന് മുന്നേ ആണ് ഇത് ചെയ്തത്, രണ്ടാമത് ചെയ്തത്. അപ്പോഴാണ് ഇവരെന്ത് ചികിത്സ പിഴവ് ഇവർക്ക് അന്നേരം മനസ്സിലായില്ല. ഈ ഭാഗത്തുള്ള പഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തും കൂടി ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെ സമ്മതമില്ലാതെ, അതായത് പിന്നെ സർജറി മെഡിസിൻ ഒന്നും മേടിച്ച് കൊടുക്കാതെ ഇവരെന്ത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു. അതായത് രണ്ടാമത്തെ സർജറി നടത്തിയത് കുടുംബത്തിന്റെ സമ്മതമില്ല, ഒന്നുമില്ല. ഇവരെ ബ്രദറും ഇപ്പം പോയ വൈഫില്ലേ, അവരും കൂടെ പറഞ്ഞതാണ് എന്ത് ഇപ്പം ചെയ്യണ്ട, ഞങ്ങളതിന് പ്രിപ്പയർഡ് അല്ല, ഞങ്ങൾ സാമ്പത്തികമായിട്ടും പ്രശ്നമാണ്. എന്നായിരുന്നു? ഏപ്രിൽ 1, 2026. അതിനുശേഷം ഇവർ ഇവിടെ ചികിത്സ, അതിനുശേഷം പഴുപ്പ് കൂടി വീണ്ടും ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ 3 ആഴ്ച ഇവിടെ അഡ്മിറ്റ് ആയിട്ട്. ഇപ്പം വെന്റിലേറ്ററിലായിട്ട് ഇപ്പോൾ 3 ദിവസമായി. 3 ദിവസം ഈ 1 തീയതിയാണ് എന്നെ വിളിച്ചത്. കുറച്ച് സീരിയസ് ആണ് എൻ്റെ ബ്രദർ വിളിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ വെന്റിലേറ്റർ വന്നത് ഇതാണ് മൂപ്പരാളി. അവരോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഇന്ത്യയിലിപ്പോൾ പോലീസിനും കൊടുത്തിട്ടുണ്ട്, സൂപ്രണ്ടിനും കൊടുത്തിട്ടുണ്ടായിരുന്നു.